ആരാരുമില്ലാത്ത മക്കൾ. ആ കൊച്ചു കുട്ടികളുടെ വില എന്തെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ഈ യതീമായ മക്കളുടെ വില നിങ്ങൾക്കറിയോ? ഒരാൾ ഹജറുൽ അസ്വദ് മുത്തിയാൽ അവൻ ഇഖ്ലാസോടുകൂടിയാണ് മുത്തുന്നതെങ്കിൽ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഹജറുൽ അസ്വദ് ആരെങ്കിലും മുത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാം ഇപ്പൊ മക്കത്ത് പോയാൽ മുത്താൻ പറ്റുമോ? പറ്റൂല. ഹജറുൽ അസ്വദിൽ ഒരാൾ മുത്തം വെച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും ആ കല്ല് വലിച്ചെടുക്കുന്ന. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മക്കത്ത് പോയി ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി ഇപ്പം പറ്റാത്തവരുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയുന്നത് പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാം. നിങ്ങളുടെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി ഈ യതീമായ മക്കളുടെ തലയിൽ കൈവെക്കണം. ഇവിടത്തെ ബനാത്തിൽ പഠിക്കുന്ന പെണ്ണുങ്ങളോട് പറയാ, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട യതീമായ പെൺമക്കളുടെ തലയിൽ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ നീ തടക്. ഫോട്ടോ എടുക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഈ യതീമായ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാൽ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നബിതങ്ങൾ പറയുകയാ, ഞാൻ യതീമ. നബിതങ്ങൾ യതീമായിരുന്നു. നബിതങ്ങൾക്ക് യതീമീങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്നതി ഹക്കദ. ആരെങ്കിലും യതീമിനെ സ്നേഹിച്ചാൽ, ആരെങ്കിലും യതീമായ മക്കളെ സ്നേഹിച്ചാൽ അവർ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. ഹജ്ജ് ചെയ്തവന്റെ കൂലിയല്ല, നിസ്കരിക്കുന്നവന്റെ കൂലിയല്ല. നബിതങ്ങൾ പറഞ്ഞത്, ആര് യതീമിനെ സ്നേഹിക്കുന്നുണ്ടോ ആ യതീമിനെ സ്നേഹിക്കുന്നവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാ. അതുകൊണ്ട് പടച്ച റബ്ബേ, യതീമായ ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ആ യതീമായ മക്കളെ പഠിപ്പിച്ചു പടച്ചവനെ അവർക്കൊരു വിവാഹ ജീവിതം വരെ ഇവിടെ അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ആ യതീമായ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമല്ലോ. സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന. നബി തങ്ങൾ പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. നബി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഈ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വിശദീകരണം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ക്ലാസ് കേൾക്കാമെന്നവരോട് പറയുകയാ, ഈ യതീമായ മക്കളെ സ്വന്തം മകളെ പോലെ, നിന്റെ സ്വന്തം മകളെ പോലെ ഈ യതീമായ ഒരു കുട്ടിയെങ്കിലും നിനക്കൊന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും. ബാപ്പാ, ഹജ്ജ് ചെയ്ത കൂലിയാ, ഹജ്ജ് ചെയ്ത കൂലിയാ. പടച്ചവനെ, എത്രയോ ചരിത്രങ്ങളെ സാക്ഷിയാട്. എന്തുമായിട്ട് ഞാൻ പോകും അല്ലാഹുവിന്റെ മുമ്പിൽ? ഞാൻ പോകുമ്പോ എന്തുകൊണ്ട് പോകും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് രാത്രി മരിച്ച, ഇന്ന് ഈ വഅദിന്റെ മജ്ലിസിൽ വെച്ച് നിങ്ങൾ മരിച്ചുപോയാ എന്തുണ്ടോ കയ്യില്? അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, ഈമാനുള്ള മരണം എന്താ, ഈമാനുള്ള മരണം എന്താ എന്ന് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്നല്ലോ. ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മരണവേദന സഹിക്കാൻ പറ്റാതെ ചാടി എഴുന്നേക്കുന്നുണ്ട്. അകത്തടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് മുഖത്തൊഴിക്കുന്നുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് നബിതങ്ങൾ. വേദന സഹിക്കാൻ കഴിയാതെ തന്റെ മുഖം തുടച്ചു കൊടുക്കുന്ന, തന്റെ ശരീരത്ത് തുടച്ചു കൊടുക്കുന്ന ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്.
മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന്. ഈ മരണം എന്നെയും നിങ്ങളെയും തേടി വരും സഹോദര. ഇന്നാണോ നാളെയാണോ എപ്പോഴാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, ഒരു നന്മ ചെയ്തിട്ട് മരിക്കൂ. മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്തിട്ട് മരിക്കുക. അള്ളാഹുവിന്റെ നബിതങ്ങൾ പറഞ്ഞല്ലോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, യതീമായ മക്കള് ഞാൻ യതീമാ, എനിക്ക് യതീമിനെ ഇഷ്ടമാ, യതീമിനെ സ്നേഹിക്കുന്നവരെയും എനിക്കിഷ്ടമാ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇവിടെ പഠിക്കുന്ന ഒരു യതീമായ മോളെ, ആരാരുമില്ലാത്ത ഒരു പാവപ്പെട്ട യതീമായ മോളെ സ്വന്തം മകളെ പോലെ തെരഞ്ഞെടുക്കാൻ ആർക്കാ പറ്റുക? ആ കുട്ടി ഒരു വർഷക്കാലം അൽഹംദുലില്ലാ ആ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം അതിനെന്താണോ ആവശ്യം ഉസ്താദെ ഞാൻ വാങ്ങിക്കൊടുക്കാം, നിങ്ങൾ ഒരുമിച്ച് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കൊല്ലത്തിന്റെ ഇടയിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലും അൽഹംദുലില്ലാ ഈ സ്ഥാപനത്തിൽ വന്ന് ഒരു യതീമായ മകളെ സ്വന്തം മകളെ പോലെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. പത്രത്തിൽ ഫോട്ടോ വരൂല്ല, ഫ്ലെക്സ് വെക്കൂല, പള്ളിയിൽ വിളിച്ചു പറയൂല. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. നീ മരിക്കുന്ന സമയം അള്ളാഹു നിനക്ക് തരും. ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്ന് അല്ലാഹു പറയുകയാ, രണ്ട് കാര്യങ്ങൾ എനിക്ക് നൽകിയ സ്വർഗ്ഗം തരാം. രണ്ട് കാര്യങ്ങൾ എനിക്ക് നൽകിയ സ്വർഗ്ഗം തരാം. ഒന്ന്, നിന്റെ ശരീരം എനിക്കിതാ. നമ്മളൊക്കെ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാ. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹ്ക്കാ. നോമ്പ് അല്ലാഹ്ന്റേതാണ്, പ്രതിഫലം അല്ലാഹ്ക്കേ അറിയൂ. നമ്മൾ നോമ്പുകാരാ. രണ്ട്, അല്ലാഹു പറയുകയാ, നിന്റെ സമ്പത്ത് എനിക്കിതാ, നിന്റെ സമ്പത്ത് എനിക്കിതാ, സ്വർഗം തരാ ഞാൻ. അല്ല രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ വാക്കുമാറ്റാൻ. അള്ളാഹു പറഞ്ഞ വാക്കു മാറ്റൂല. അല്ലയാ പറഞ്ഞത്, എനിക്കിതാ ഞാൻ സ്വർഗം തരാം. എന്റെ പൊന്നാര ഉപ്പമാരോട് ഞാൻ പറയുന്നു, നീ മരിക്കുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരും. നീ മരിക്കാൻ കിടക്കുന്ന സമയം, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കടന്നു വരുന്ന സമയം, വേദന സഹിക്കാൻ കഴിയാതെ പിടയുന്ന സമയം, അള്ളാഹുവിന്റെ മലക്കുകൾ നിനക്ക് കാണിച്ചു തരും. ഇന്ന് നീ കൊടുത്തതിന്റെ പ്രതിഫലം വഅബ്ശിറൂ ബിൽ ജന്ന, അള്ളാഹുവിന്റെ സ്വർഗം കണ്ടു മരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ വല്ലാഹി സത്യം ഒരാളെ ഞാൻ നിർത്തിയിട്ടില്ല. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും യതീമായ മക്കളെ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.